ഒരു വളി വിട്ടാൽ തല്ലുന്ന പോലീസുള്ള ഈ നാട്. എന്താ പറയുന്നത്? നിന്നെയല്ല, വെറുതെ നിന്നാൽ തല്ലുന്ന പോലീസുള്ള ഈ നാട്. അത് ശരിയാ, പക്ഷെ ഈ വളി വിട്ടെവിടെ? വളി വിട്ട 1 വർഷം മുമ്പ് പുനലൂർ ഒരു ചെറുപ്പക്കാരൻ റോഡിൽ നിന്ന് അറിയാതെ വളി അങ്ങ് വിട്ടത്. അയ്യോ, അത് ഭയങ്കര വൈറലായില്ലേ? പോലീസ് പുള്ളിയെ തല്ലി അങ്ങ് ചതച്ച്. അതേ കണക്ക് തന്നെ ഇന്നലെ പത്തനംതിട്ടയില് ബാറിന്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ട്രാവലറിൽ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്ന ഒരു ടീം. അപ്പൊ അതിന് മുമ്പ് ബാറിൽ എന്തോ സംഘർഷമായിട്ട് നടന്നു, വേറെ ആരെങ്ങാണ്ടായിട്ട്. അപ്പൊ അവിടുന്ന് ഒരു പരാതി എന്ന് ബാറിൽ ബഹളം നടക്കുന്നു പറഞ്ഞു ജീപ്പിൽ പറന്ന് പോലീസുകാർ വന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ പോയി. അപ്പൊ ഈ കല്യാണത്തിന് വന്ന ആൾക്കാർ ഇവിടെ നിൽക്കുക, ബാറിന്റെ ഫ്രണ്ടിൽ സൈഡിൽ നിൽക്കുവാണ്. അവര് അവിടെ ആൾക്കാരെ ഇറക്കാൻ ഉണ്ടായിരുന്നു, ട്രാവലർ വന്നേ. അപ്പൊ ഇവരെന്നെ റെസ്റ്റ് എടുക്കാനും മറ്റേ യൂറിൻ പാസ് ചെയ്യാൻ, പെണ്ണുങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സമയത്ത് ഇവരെ ആ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചോദിക്കാതെ നമ്മുടെ കേരള പോലീസ് തല്ലി അങ്ങ് ചതച്ച് തലയും പൊട്ടിച്ച് ആ പ്രശ്നം തടയാൻ ശ്രമിച്ച സ്ത്രീയാണെ തറയെ വീണ് അവിടെ തോള് ഒടിഞ്ഞു പോയി. എടാ, ഇതൊക്കെ ആരാ അനുമതി കൊടുക്കുന്നേ? അതൊക്കെ ചോദ്യം പറച്ചിലൊന്നുമല്ല. പോലീസുകാർക്ക് എന്ത് അവകാശം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസം അങ്ങ് കാണിക്കാതെ നടന്നു വരും. ശരിക്കും പറഞ്ഞ പോലീസുകാർക്ക് കൈവെക്കാനുള്ള നിയമം ഇല്ല. അതേ കണക്ക് തന്നെ വെള്ളം അടിച്ചിട്ടാണോ ഈ പോലീസുകാർ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് ആരും ചെക്ക് ചെയ്യുന്നില്ല. ഈ ചെക്ക് ചെയ്യുന്നവനും അടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ ഊതിക്കണം, നാട്ടുകാരെ വന്ന് ഊതിക്കുമല്ലോ വെള്ളം അടിച്ചിട്ടുണ്ടോ. ഈ പോലീസുകാരെയാണ് ഊതിക്കേണ്ടത്. പല സ്ഥലങ്ങളിലെ പോലീസ് ഉണ്ട്, സൂക്ഷിക്കാന്നുള്ള ബോർഡ് വെക്കേണ്ടി വരും. നല്ലതായിരിക്കും. കേരള പോലീസ് നല്ല പോലീസുകാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇതേ കണക്ക് നാറികളായ കുറെ പോലീസുകാർ നമ്മുടെ കേരളത്തിൽ ഉണ്ട്. ബിഗ് സല്യൂട്ട്.